ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം സ്വാതന്ത്ര്യം. നമ്മൾ എത്ര പേര് സ്വാതന്ത്ര്യമായി ജീവിക്കുന്നുണ്ട്? നമ്മൾ ഇഷ്ടപ്പെട്ട തൊഴിലാണോ ചെയ്യുന്നത്? എൻ്റെയൊക്കെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇഷ്ടപ്പെട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ കുറേയധികം ജോലികൾ മാറി മാറി ചെയ്തു. ഒന്നും ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്തതല്ല. നമ്മൾ പഠിച്ച ഫീൽഡിലല്ല നമ്മൾ ജോലി ചെയ്തത്. ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ജോലികൾ ചെയ്തു. ഇപ്പം ചെയ്യുന്ന ജോലിയിൽ ഞാൻ കുറച്ചൊക്കെ ഇഷ്ടം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. എന്നാലും കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടം കണ്ടെത്താൻ പറ്റുന്നുണ്ട് ആ ജോലിയിൽ. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്താണോ ജീവിതത്തിൽ ജീവിക്കുന്നത്? ഇപ്പം നമ്മൾ നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ തുറന്ന് നമ്മളുടെ ഉള്ളു തുറന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആണോ ജീവിക്കുന്നതെന്നൊന്ന് ആലോചിക്കണം. നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ടോ? നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഒരിത് പറയട്ടെ. ഒരിക്കലും ഒരു വഴക്ക് കൂടിയപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിനക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, നീ ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കണ്ട, എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൂ. അപ്പം ആ ഭാര്യ തിരിച്ചു ചോദിച്ചു, മനുഷ്യൻ നിങ്ങൾ തന്നിട്ട് വേണോ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ? ശരിയല്ലേ? ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണോ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ? നമ്മളുടെ ഒക്കെ കുട്ടികൾ വളരുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടിയാണോ? അവരൊക്കെ ഈ കൊച്ചു പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു 100 വിലക്കാണ് അവർക്ക്. അത് ചെയ്യരുത്, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അപ്പൻ്റെ, അമ്മയുടെ, അപ്പൂപ്പൻ്റെ, അമ്മാമ്മയുടെ അവരുടെയൊക്കെ വിലക്കുകൾ ഇത് ചെയ്താണ് ഈ കുട്ടികൾ വളർന്നു വരുന്നത്. പിന്നെ അവരൊക്കെ എങ്ങനെ സ്വാതന്ത്ര്യമായി ചിന്തിക്കാൻ പറ്റും? ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം എല്ലാവരും ഇല്ലെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ ടാലൻ്റ് അനുസരിച്ച് അവരുടെ ഇതനുസരിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. അവർക്കുടെ ടാലൻ്റ് ഇതുമനുസരിച്ചാണ് അവർ ഓരോ ജോലിയിൽ ഏർപ്പെടുന്നതും. അവരവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത്. നമ്മളുടെ രാജ്യത്ത് മാത്രം എന്താ ഇങ്ങനെ? എല്ലാത്തിനും വിലക്കാണ്. പല കാര്യങ്ങളിലും മുതിർന്നവരുടെ വിലക്ക്, മതപരമായ വിലക്ക്, അല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാം. പക്ഷെ നമ്മൾ ആരും സ്വാതന്ത്ര്യത്തോടു കൂടിയല്ല ജീവിക്കുന്നത്. സ്വാതന്ത്ര്യത്തോടുകൂടി ഉള്ളു തുറന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് മജോറിറ്റി സ്വാതന്ത്ര്യം ഇല്ലാതെയാണ് ജീവിക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? എല്ലാവരും ഒന്ന് ചിന്തിക്കൂ. നമ്മൾ ശരിക്കും ഉള്ളു തുറന്ന സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മളുടെ ഒരു തലമുറ സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ജീവിച്ചെങ്കിൽ ഇനിയെങ്കിലും ഉള്ള ജനറേഷൻസിന് നമ്മളുടെ കുട്ടികളെയൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടി വിടുക. അവർക്ക് സ്വാതന്ത്ര്യമായി ചിന്തിക്കാനുള്ള ഒരു ഇത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സഹായിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരൊന്നും വിലക്കാതെ അവരൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ അവർക്കൊക്കെ. ഇത് എല്ലാവരും ഒന്ന് ചിന്തിക്കൂ. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുക. താങ്ക് യു.